we can discuss about pharmacology of anti-anginal drugs. Here we will discuss definition and introduction to the angina and anti-anginal drugs, classification of anti-anginal drugs, mechanism of action, adverse drug reaction and uses or indication or applications of anti-anginal drugs. So let's start with the introduction to angina pectoris. It's a pain syndrome due to the induction of adverse oxygen supply or demand situation in a portion of myocardium. ഏത് മസിലിനെ പോലെയും മയോകാർഡിയം ഹാർട്ട് മസിൽസിനും അതിൻ്റെ കൺട്രാക്ഷന് ആവശ്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ആവശ്യമുണ്ട്. ഹാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നോർമലായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ സപ്ലൈ കുറയാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് കൂടുതലായിട്ട് ഹാർട്ട് പമ്പ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അതിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് വരാം. ഈ രണ്ട് കണ്ടീഷൻ കൊണ്ടുവരുന്ന പെയിൻ സിൻഡ്രോം ആണ് ഈ ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്നുള്ളതാണ്. പ്രസ്സിംഗ് or squeezing or crushing pain usually in the chest under the breastbone that spread to the arm, shoulder, jaw, neck or back. Pain may occur also in your upper back, both arm, neck and earlobe, and it may cause shortness of breath, weakness, tiredness and feeling faint. ഇവിടുന്ന് തുടങ്ങി ഈ ഒരു ഏരിയയിൽ മൊത്തം ഉണ്ടാവുന്ന പെയിൻ ആണ്. ഇയർലോബ് വരെ ആണ് സാധാരണഗതിയിൽ ഇതിന്റെ പെയിൻ. ആമിലോട്ടും ബ്രസ്റ്റ് ബോണിന്റെ താഴെ തുടങ്ങി ഈ ഒരു ഏരിയയിൽ നിന്ന് ഇയർലോബ് വരെയും ലെഫ്റ്റ് ഷോൾഡറിൽ ഉണ്ടാവാം, നെക്ക്, ടീത്ത്, റൈറ്റ് ഷോൾഡർ, ഇങ്ങനെയുള്ള സ്ഥലത്ത് കാണുന്ന പെയിൻ ആയിട്ടാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുക. ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്ന ഡിമാൻഡ് സപ്ലൈ വരുന്ന സമയത്ത് ഹാർട്ടിന് ഉണ്ടാവുന്ന പെയിൻ നമുക്ക് ഫീൽ ചെയ്യുക ഇത്രയും ഏരിയയിലാണ്. ദീസ് ആർ ദ പെയിൻ ലൊക്കേഷൻസ് ഓഫ് ആൻജൈന പെക്ടോറിസ്. ദർ ആർ 3 ഫോംസ് ഓഫ് ആൻജൈന പെക്ടോറിസ്: ക്ലാസിക്കൽ ആൻജൈന ഓർ സ്റ്റേബിൾ ആൻജൈന, variant or principal or vasospastic angina, and unstable angina or acute coronary syndrome. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതാണ് ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറി. ഏത് ഓർഗനും ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറി പോലെ ഹാർട്ടിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന കൊറോണറി ആർട്ടറി നോർമൽ കേസിൽ ഇങ്ങനെ ആയിരിക്കും. സ്റ്റേബിൾ ആൻജൈനന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ അതിറോസ്ക്ലിറോസിസ് വന്നിട്ടായിരിക്കാം ബ്ലഡ് സപ്ലൈ കുറയുന്നത്. ഇനി അൺസ്റ്റേബിൾ ആൻജൈനന്റെ സമയത്ത് വരുന്ന സമയത്ത് അതിൽ അതിറോസ്ക്ലിറോസിസും ഉണ്ട്, കൂടാതെ ബ്ലഡ് ക്ലോട്ടും ഉണ്ട്, ബ്ലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വാരിയന്റ് ആൻജൈനന്റെ കേസിൽ ഇത് രണ്ടും ഇല്ല, പക്ഷേ കൊറോണറി സ്പാസം അല്ലെങ്കിൽ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കുന്ന സമയത്ത് ക്ലാസിക്കൽ ആൻജൈന അല്ലെങ്കിൽ സ്റ്റേബിൾ ആൻജൈന, ദിസ് ഈസ് എ കോമൺ ഫോം ഓഫ് ആൻജൈന പെക്ടോറിസ്. Here angina attack is predictable, so it is known as stable angina, and this angina attack may be from exercise, emotion, eating or coitus, and it will subside when increased energy demand is withdrawn. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്ലാസിക്കൽ ആൻജൈന പഴയ പോലെ തന്നെ ആവാനുള്ള ചാൻസുകളുണ്ട്. And maybe there will be involved atherosclerosis for the decreased oxygen supply or oxygenated blood supply ഉണ്ടാവാനുള്ള ഒരു കാരണം ചിലപ്പോൾ അതിറോസ്ക്ലിറോസിസ് ആവാം. Usually it will last for 1 to 15 minutes, and the drugs which are useful in classical angina are primarily will reduce the cardiac work. അപ്പോൾ കാർഡിയാക് വർക്ക് കുറക്കുന്ന ഡ്രഗ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് രണ്ട് രീതിയിൽ കാർഡിയാക് വർക്ക് കൊടുക്കാം. ഒന്ന്, നമുക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ ഉള്ള വെസൽസിനെ ഡയലേറ്റ് ചെയ്യാം. അപ്പോൾ ഹാർട്ടിന് ഫോഴ്സ്ഫുൾ കൺട്രാക്ഷൻ ആവശ്യമില്ലാതെ പതുക്കെയുള്ള രീതിയിൽ നമുക്ക് അതിനെ പമ്പ് ചെയ്യാൻ പറ്റും. അതാണ് പ്രീ ലോഡും ആഫ്റ്റർ ലോഡും ഒക്കെ നമുക്ക് കുറക്കുക എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യിച്ചാൽ മതി. അപ്പോൾ ഹാർട്ടിന് ആ പമ്പ് ചെയ്യേണ്ട പ്രഷർ കുറക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ ക്ലാസിക്കൽ ആൻജൈന അല്ലെങ്കിൽ സ്റ്റേബിൾ ആൻജൈനയിൽ യൂസ് ചെയ്യുക. Now coming to the second one, variant or principal or vasospastic angina. This is the uncommon form. Attack occur at the rest or during sleep, so it is unpredictable. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയത്ത് വരുന്നതാണ്. And caused by decreased blood flow to the heart muscle from spasm of coronary artery. Coronary spasm ഉണ്ടാവുന്നത് കൊണ്ട് കൺസ്ട്രിക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ഈ വാരിയന്റ് ഓർ പ്രിൻസിപ്പൽ ഓർ വാസോസ്പാസ്റ്റിക് ആൻജൈന എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. And drug is aimed at preventing and relieving coronary vasospasm. വാസോഡയലേറ്റേഴ്സുകളായിട്ടുള്ള ഡ്രഗ്സുകൾ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്.
Now coming to the unstable angina or acute coronary syndrome may involve coronary spasm and the component of atherosclerosis and blood clotting. Pathology is similar to that involved in the myocardial infarction. Here, platelet, fibrin, thrombus associated with the ruptured atherosclerotic plaque but without complete occlusion of blood vessels. So these are the three forms of angina pectoris. Now coming to the classification of antianginal drugs, it is mainly classified into nitrate, beta blocker, calcium channel blocker, potassium channel blocker and other antianginal drugs. Nitrate include short-acting and long-acting. Short-acting nitrates examples are glyceryl trinitrate, isosorbate trinitrate. All these drugs are used as a sublingual drugs. നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് പെട്ടെന്ന് കൊടുക്കുന്ന ഡ്രഗ്സുകളാണ് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റും ഐസോസോർബേറ്റ് ട്രൈനൈട്രേറ്റും. ഷോർട്ട് ആക്ടിംഗ് ആണ്, പെട്ടെന്ന് ഫാസ്റ്റ് ആക്ടിങ്ങും കൂടിയാണ്, പെട്ടെന്ന് ആക്ഷൻ കിട്ടുകയും ചെയ്യും. Coming to the long acting, isosorbate dinitrate which is administered as orally, isosorbate mononitrate, erythritol tetranitrate, pentra-erythritol tetranitrate. These are long-acting nitrate. Now coming to the beta blocker, propranolol, metoprolol, atenolol. Already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Coming to next class, that is calcium channel blocker, that is verapamil, diltiazem, amlodipine, nitrandipine. ഈ ഡ്രഗ്സുകളും ബീറ്റ ബ്ലോക്കേഴ്സുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പൊട്ടാസ്യം ചാനൽ ഓഫ് നിക്കോറാൻഡിൽ, ദെൻ അതർ ആന്റി ആൻജൈനൽ ഡ്രഗ്സ് ലൈക്ക് ട്രൈടാസിഡിൻ, റാനോലാസിൻ, ivabradine, oxyfedrin and dipyridamole. So this is the classification. Now coming to the mechanism of action. എല്ലാ വാസോഡൈലേറ്റേഴ്സിനെ പോലെ ഗ്ലിസറൈൽ നൈട്രേറ്റും ചെയ്യുന്നത്, ഈ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റും നൈട്രേറ്റ്സുകളൊക്കെ ചെയ്യുന്നത് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഡീനൈട്രേറ്റ് ചെയ്ത നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. സ്മൂത്ത് മസിലിൽ എത്തിയിട്ട് അതിനെ ഫ്രീ റാഡിക്കൽസ് ഓഫ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ വാസോഡൈലേഷൻ ഉണ്ടാവുന്നത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നടക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്വാനിൽ സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈമിനെ എൻഹാൻസ് ചെയ്യുക, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നൈട്രേറ്റ് അതിനെ ഡീനൈട്രേറ്റ് ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ് വാസ്കുലാർ സ്മൂത്ത് മസിൽസിലുള്ള ഗ്വാനിൽ സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ എൻസൈമിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് GTPനെ സൈക്ലിക് GMP ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഈ സൈക്ലിക് GMPനെ ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം GMP ആക്കി മാറ്റുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ആക്ഷൻ വരുന്നത് ഈ സൈക്ലിക് GMPയുടെ എമൗണ്ട് നമ്മളെ ബോഡിയിൽ കൂടുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ സൈക്ലിക് GMPൻ്റെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ മയോസിൻ ഫോസ്ഫേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുക. കാൽസ്യം വന്നു, കാൽമോഡിനുമായിട്ട് ബൈൻഡ് ചെയ്തു, കാൽമോഡിൻ കാൽസ്യം കോംപ്ലക്സ് വന്നു, മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസിനെ അതിൻ്റെ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി മയോസിനെ ആ ഫോസ്ഫേറ്റ് മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അതുമായിട്ട് ആക്റ്റിൻ മയോസിൻ ക്രോസ് ബ്രിഡ്ജ് നടന്ന് കോൺട്രാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ GMP ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മയോസിൻ ലൈറ്റ് ചെയിൻ മയോസിൻസിനെ ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യും, മയോസിൻ ലൈറ്റ് ചെയിൻ കൈനായിട്ട് മാറ്റും. മയോസിൻ ഫോസ്ഫേറ്റിനെ ഡീഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള മയോസിൻ ലൈറ്റ് ചെയിൻ ആയിട്ട് മാറ്റും. ഈ മയോസിൻ ലൈറ്റ് ചെയിൻ ഒരു കാരണവശാലും ആക്റ്റിനുമായിട്ട് ക്രോസ് ബ്രിഡ്ജ് ചെയ്യാനോ മസിൽ കൺട്രാക്ഷനോ ഉണ്ടാക്കാൻ പറ്റില്ല, അത് റിലാക്സേഷൻ ഉണ്ടാക്കും. ഇതാണ് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. വേർഡ്സിൽ എഴുതുന്ന സമയത്ത് നൈട്രേറ്റ് ആർ ഡീനൈട്രേറ്റഡ് എൻസൈമാറ്റിക്കലി ഇൻ സ്മൂത്ത് മസിൽ ടു റിലീസ് റിയാക്റ്റീവ് ഫ്രീ റാഡിക്കൽ നൈട്രിക് ഓക്സൈഡ് which will activate systolic guanyl cyclase. It will cyclic GMP which will cause dephosphorylation of myosin light chain kinase through cGMP dependent protein kinase. It will reduce the availability of phosphorylated which is active myosin light chain kinase which will interfere with the activation of myosin, and it will reduces the systolic calcium also. So it will fail to interact with the actin to cause contraction. It will lead to relaxation of smooth muscles in broad range of tissue.
So there will be a relaxation of blood vessels and it will produce vasodilation. Okay. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രേറ്റ് നൈട്രിക് ഓക്സൈഡ് ആക്കി മാറ്റും, അതിന് ഗ്വാനിൽ സൈക്ലേസ് ആയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഈ പറയുന്ന നൈട്രിക് ഓക്സൈഡ്. അത് GTPനെ GMP സൈക്ലിക് GMP ആക്കി മാറ്റും. ഈ സൈക്ലിക് GMPയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ഫോസ്ഫേറ്റിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് ആക്റ്റിനുമായിട്ട് ക്രോസ് ബ്രിഡ്ജ് ചെയ്ത് കൺട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനെ ഡീഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവ് മയോസിൻ ലൈറ്റ് ചെയിൻ ആക്കി മാറ്റും. They will produce relaxation. So this is the mechanism of action of all the nitrate, including short acting as well as long acting. ലോങ് ആക്ടിങ് ആകുമ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് കൂടുതലാണ്, ഇടയ്ക്കിടയ്ക്ക് നൈട്രിക് ഓക്സൈഡുകൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഈ ഒരു പ്രോസസ്സ് നടക്കും, ആ റിലാക്സേഷൻ കൂടുതൽ സമയം കിട്ടും. Okay, that is the difference between short acting and long acting nitrates. So sorbitrate, they will release nitric oxide. That is the mechanism of action. ഇനി എന്താണ് ഈ പറയുന്ന വാസോഡൈലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആൻജൈനയിലുള്ള എഫക്റ്റ് എന്നുള്ളതാണ്. വാസോഡൈലേഷൻ, it will decreases the venous return to the heart, it will decreases the preload, so it will decreases the cardiac work, so it will decreases the oxygen requirement for the myocardium, oxygen demand കുറക്കും. It can relieve the anginal pain, or it may produce arterial dilation, it will decrease peripheral vascular resistance, it will decreases the afterload, also it will reduce cardiac output. Now dilation of large coronary vessels, thereby there will be an increased blood flow to the ischemic myocardium, so it will produce relief of angina. ഇത് രണ്ടുമുണ്ട്, അതായത് പ്രീലോഡും ആഫ്റ്റർലോഡും കുറക്കും, അതുവഴി കാർഡിയാക് വർക്ക് കുറക്കുന്നുണ്ട്, അപ്പോൾ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞോളും. ഇനി ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാനും പറ്റും വാസോഡൈലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഈ രണ്ട് ആക്ഷനാണ് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റിന്റെ ആക്ഷനായിട്ട് ആൻജൈനയിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ലോഡ് കുറക്കുക അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കൂട്ടുക. വർക്ക് ലോഡ് കുറക്കാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വാസോഡൈലേഷൻ ഉണ്ടാക്കുക, ഓക്കെ, അല്ലെങ്കിൽ ആർട്ടീരിയൽ ഡയലേഷൻ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറക്കും, ആഫ്റ്റർ ലോഡ് കുറയും, അല്ലെങ്കിൽ വീനസ് റിട്ടേൺ കുറക്കുന്നത് കൊണ്ട് പ്രീ ലോഡ് കുറയും. രണ്ടും കാർഡിയാക് വർക്ക് കുറക്കും, ഓക്സിജൻ റിക്വയർമെന്റ് കുറക്കും, റിലീവ് ചെയ്യും, ആൻജൈനനെ റിലീവ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയലേഷൻ ഓഫ് ലാർജ് കൊറോണറി വെസൽ ഉണ്ടാക്കാം. സോ there will be an increased blood flow to the ischemic myocardium. Okay, so this is the action of glyceryl trinitrate. Now coming to the adverse drug reaction, fullness in head, throbbing headache, then flushing, weakness, sweating, palpitation, dizziness and fainting, hypotension, bradycardia, impaired respiration and methemoglobinuria. So these are the adverse drug reactions of nitrate. Now coming to uses, it is mainly used for the treatment of angina pectoris, for the treatment of acute coronary syndromes, myocardial infarction, congestive heart failure as well as left ventricular failure, biliary colic, esophageal spasm, then unstable angina, coronary vasospasm, left ventricular accompanying myocardial infarction, hypotension during cardiac surgery. All these are the uses of glyceryl nitrate. Now there is another important action for glyceryl trinitrate. We can use nitrate in cyanide poisoning. Cyanide എന്ന് പറയുന്ന നാവിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ആള് ഡെഡ് ആവുന്ന പോയിസണിങ് ആണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാവും. അത് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഈ പോയിസണസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പോയിസണിങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം നൈട്രേറ്റ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലോട്ട് സോഡിയം നൈട്രേറ്റ് 10 ml 3% IV സൊല്യൂഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള ഹീമോഗ്ലോബിൻ ഇത് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് മെത്തോഗ്ലോബിനായിട്ട് മാറും. ഓക്കെ, ഈ മെത്തോഗ്ലോബിൻ സയനൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സയനോ മെത്തോഗ്ലോബിനായിട്ട് മാറും. ഈ ഒരു സാധനത്തിലോട്ട് നമ്മൾ അടുത്ത സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു റിയേജനും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ IV ആയിട്ട് 50 ml 25% IV സൊല്യൂഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെത്തോഗ്ലോബിനും സോഡിയം തയോസൈനേറ്റുമായിട്ട് സയനൈഡിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോഡിയം തയോസൈനേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബോഡിയിൽ അത് പോയിസൺ അല്ല, അത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് അനദർ യൂസ് ഓഫ് നൈട്രേറ്റ് ഇൻ cyanide poison. Now coming to next class of drug, that is beta blocker.
ബീറ്റാ ബ്ലോക്കറിന് കൊറോണറി ആർട്ടറിനെ ഡയലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ ടോട്ടൽ കൊറോണറി ഫ്ലോ ഈസ് reduced due to the blockade of dilator B2 receptor. Beta blocker will act by reducing cardiac work and oxygen consumption as a consequence of decreased heart rate, inotropic state, as well as mean BP will be increased. So it is effective in exercise-induced angina, especially cardio-selective beta blockers such as metoprolol and atenolols are preferred for anginal treatment. Beta blocker with intrinsic sympathomimetic activity is less effective, so it should be avoided in case of angina. So beta blocker തന്നെ കാർഡിയോ സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കറുകൾ മാത്രമാണ് ആൻജൈന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്? They will reduces the cardiac work and oxygen consumption by decreasing heart rate, inotropic state, as well as it will decreases the BP. Mechanism of action ADRകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആന്റി അഡ്രിനർജിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുപോലെ ആന്റി ഹൈപ്പർടെൻസീവിലും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു നെക്സ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്, കാൽസ്യം ചാനൽ ബ്ലോക്കർ ലൈക്ക് വെറാപ്പാമിൻ, ലിൽറ്റിയാസം, അംലോഡിപ്പിൻ, നൈട്രൻഡിപ്പിൻ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ, they will inhibit the L-type calcium channel present in the cell wall, so thereby it will inhibit the binding of calcium with calmodin. So this calmodin sodium will not be formed. This is very essential for the conversion of myosin light chain phosphate to myosin. Myosin light chain kinase ആണ് മയോസിൻ ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത്. ഈ മയോസിൻ ഫോസ്ഫേറ്റും ആക്റ്റിനും കൂടി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കണ്ടറാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചാനലിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നൈട്രക്സ് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രേറ്റ്സുകളൊക്കെ ആക്ട് ചെയ്യുന്നത് ഇതേ സിസ്റ്റത്തിൽ തന്നെ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്തിട്ട് സൈക്ലിക് GMPയുടെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മയോസിൻ ലൈറ്റ് ചെയിനിനെ മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന റിയാക്ഷനെയാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളെ നൈട്രേറ്റ്സുകൾ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് വിൽ ഇൻഹിബിറ്റ് ദ ഇൻട്രാസെല്ലുലാർ കാൽഷ്യം ഇൻഫ്ലക്സ്, so they will decreases the heart rate as well as left ventricular contraction, so thereby it will decreases the oxygen consumption in myocardium, and also it will produce inhibition of vascular smooth muscle contraction, so it will produce peripheral vasodilation as well as coronary artery dilation. So by the coronary artery dilation there will be an increased blood flow to the heart, so it will increases the supply of oxygen to the myocardium. In case of peripheral vessel dilation, it will decreases the peripheral resistance, so it will decreases the afterload, so it will decreases the consumption of oxygen in myocardium. All this can be used for the treatment of angina. Now coming to the adverse drug reaction, nausea, constipation, bradycardia, hypotension is occasional. It can accumulate the conduction defects and it may precipitate the CHF in patient with the pre-existing disease and flushing, headache, angle edema or other adverse drug reactions of calcium channel blockers. Now coming to the uses, it is used for the angina pectoris, myocardial infarction, hypertension, cardiac arrhythmia, hypertrophic cardiomyopathy. Then nifedipine is an alternative drug for premature labor. Verapamil can be used to suppress the nocturnal leg cramp. രാത്രിയിൽ നമുക്കുണ്ടാവുന്ന കോച്ചി പിടിക്കുക എന്ന് പറയുന്ന സംഗതി, അതാണ് ഈ നൊക്ടൂണൽ ലെഗ് ക്രാമ്പ് എന്ന് പറയുന്നത്. മസിൽ കോച്ചി പിടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്തയും കിടക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കൊക്കെ ഈ മസിൽ കൺട്രാക്ഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ സംഗതി ഉണ്ടാവുന്നത്, ക്രാമ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് വെറാപ്പാമിൽ എന്ന് പറഞ്ഞ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകൾ നമുക്ക് കൊടുക്കാം. അതുപോലെ ഡിപ്പിൻസുകളായിട്ടുള്ള ഡ്രഗ്സുകൾ റൈനോഡ് എപ്പിസോഡ്സിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, now coming to next class of drug, that is potassium channel openers like NICORANDIL. Potassium channel openers will activate the potassium channel, so it will increases the potassium permeability in the skin, so it will leads to hyperpolarization, and this hyperpolarization will leads to the closure of L-type calcium channel, so it will reduce the availability of free calcium inside the cell. So ബാക്കിയുള്ള ആക്ഷൻസുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ
കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. ഇറ്റ് വിൽ ലീഡ്സ് ടു വാസോഡൈലേഷൻ. So that is the mechanism of action of potassium channel opener. They will activate the potassium channel and they will increases the potassium permeability. It will lead to hyperpolarization. This hyperpolarization will close the calcium channel, so entry of calcium will be prevented. Okay, so that is the mechanism of action. Also it have some action like nitrous oxide donor action. അപ്പോൾ നൈട്രേറ്റ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും ആക്ട് ചെയ്യും. നൗ കമ്മിങ് ടു ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ഇറ്റ് വിൽ കോസ് ഫ്ലഷിംഗ്, പാൽപിറ്റേഷൻ, വീക്ക്നെസ്, ഹെഡേക്ക്, ഡിസിനസ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. Large pain, apothos, ulcer may occur while taking potassium channel openers like NICORANDIL, and it will heal on stopping NICORANDIL also. So this is an important adverse drug reaction of NICORANDIL. Now coming to other anti-anginal drugs like dipyridamole, which is an platelet aggregator inhibitors. This is a powerful coronary dilator. Coronary dilation ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കാൻ പറ്റും, ആൻജൈനനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. Then trimetazidine, this is an anti-anginal drug which act by non-hemodynamic mechanism. Exact mechanism is uncertain but can improve the cellular tolerance to ischemia by inhibiting mitochondrial long chain 3-ketoacyl coalescase. Then ranolazine, this is a novel anti-anginal drug, primarily act by inhibiting late sodium current in the myocardium. Then ivabradine, it is a pure heart rate lowering anti-anginal drug having introduced recently as an alternative to beta blocker. It will block the cardiac pacemaker cells in F channel. Then oxyfedrine, it will improve the myocardial metabolism. So these are the some other anti-anginal drugs. ഒന്നും കൂടി ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യാണ് എന്താണ് ആൻജൈന, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ആൻജൈന എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന പെയിനാണ് ആൻജൈന എന്ന് പറയുന്നത്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് ഓക്സിജൻ സപ്ലൈ കിട്ടാതെ ഹാർട്ട് സെല്ലുകൾ ഡൈ ആവുന്ന കണ്ടീഷനാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഹാർട്ടിനെ സഫീഷ്യൻ്റ് ആയിട്ട് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് കുറവ് വരുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ദ ആൻജൈനൽ ട്രീറ്റ്മെൻറ്റ് ഓർ ആൻറ്റി ആൻജൈനൽ ഡ്രഗ്സ്. താങ്ക് യു.